ഇങ്ങനെ ഇരുന്ന മതിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കണ്ടാലോ? അതും വെറും 300 രൂപ കൊണ്ട് മാത്രം. ആദ്യം തന്നെ ഔട്ട്ലൈൻ വരക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി ഒരു ചോക്ക് സംഘടിപ്പിക്കുക, പിന്നെ ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള പോലെ വരക്കുക. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് എമൽഷനാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള കളറിൻ്റെ സ്റ്റെയിനറാണ് ഞാൻ മേടിച്ച് മിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോർഡേഴ്സ് പെയിൻറ്റ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഷാർപ്പ് ലൈനൊക്കെ വരക്കുമ്പോഴായാലും വീതി കുറഞ്ഞ ബ്രഷോ അതുപോലെ തന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷോ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് ആ ഒരു ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. ഓരോ ഏരിയ വരച്ച് കഴിയുമ്പോഴും ദൂരെ നിന്ന് മാറി നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ ഒന്ന് തന്നെയാണല്ലോ. അത്യാവശ്യം നമ്മുടെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈൻ വരക്കാനായിട്ടുണ്ട്. ഔട്ട്ലൈൻ വരക്കുമ്പോൾ നേരെ വരച്ച് പോകാണ്ട് അത്യാവശ്യം വിട്ട് വരച്ച് പോകണം. എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി എടുത്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. അവസാനം നോക്കുമ്പോൾ ഇത് ഇത്തിരി പ്രശ്നം പിടിച്ച പണിയാണെന്ന് തോന്നുമെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഇത്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും പേടിക്കാൻ വേണ്ട. തെറ്റിയാലും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. പോണ പോക്കിന് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.